നമസ്തേ എവരി വൺ. നമ്മൾ ഈ ഡൂ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് ഡൂ ലിസ്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ജേണലും തയ്യാറാക്കിയതിന് ശേഷമാണ് കൃത്യമായിട്ട് നമുക്ക് ഡൂ ലിസ്റ്റ് എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഡൂ ലിസ്റ്റ് എഴുതുമ്പം അതിനകത്ത് നമ്മൾ ഡൂ ലിസ്റ്റിൻ്റെ കൂടെ ABCDE മെത്തേഡും കൂടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ റെഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൗ ടു സെറ്റ് പ്രയോറിറ്റീസ് റൈറ്റ് എന്ന് പറഞ്ഞ ടൈലറിൻ്റെ ഒരു ബുക്കുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ABCD ഈ ടൈം മാനേജ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബുക്ക് കിട്ടും. ഹൗ ടു സെറ്റ് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ബ്രിയാൻ ട്രേസിയുടെ ABCD മെത്തേഡ് എന്ന് പറഞ്ഞൊരു ബുക്ക്, നല്ല എക്സലൻറ്റ് ബുക്കാണ്. അത് എൻ്റെ ഗുരു കൂടെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ ഡേവിഡ് ആലൻ. ഈ ബുക്കുകളൊക്കെ നമുക്ക് ഇതിലേക്ക് തരുന്ന നമുക്ക് റിസോഴ്സസാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ മെത്തേഡുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ ജേർണൽസിൽ, സൈക്കോളജി ജേർണൽസിലൊക്കെ ഇതിൻ്റെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ബ്രിയാൻ ട്രേസിയുടെ തന്നെ വേറൊരു ബുക്കുണ്ട്, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. വണ്ടർഫുള്ളാണ്. അതും ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പിന്നെ ഫസ്റ്റ് 20 hours എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബുക്കുണ്ട്. ഇനി അത് പിന്നെ ജോഷ് കോഫൻ്റെ ആണ് ഈ ബുക്ക്, ദ ഫസ്റ്റ് 20 hours. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഈ ഡൂ ലിസ്റ്റ് എഴുതുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ABCDE ടെക്നിക്, എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് ഗോൾ എഴുതിയതിന് ശേഷം ജേണൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുക. അപ്പോൾ ജേണലിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് മൈൻഡിൽ വരുന്നത് മുഴുവനും നമ്മുടെ ആ ഗോളിലേക്ക് എത്താൻ പറ്റിയ സകല കാര്യവും മൈൻഡ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒത്തിരി സെർച്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ ജേണലിനകത്ത് എഴുതുന്നത്. ആ ജേണലിനകത്ത് എഴുതിയതിൽ നിന്നും നമുക്ക് അപ്പോൾ അതാത് ദിവസം എഴുതാനുള്ളത് നമ്മൾ ഡൂ ലിസ്റ്റ്, അത് പ്രീവിയസ് ഡേ എപ്പോഴും എഴുതുക. അതായത് നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്തത്. അപ്പം അതിനകത്ത് നമ്മൾ ABCDE. അപ്പോൾ ആണ് മസ്റ്റ് ഡു. അത് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എഴുതുന്നത്. A1, A2, A3, A4, A5 ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ചിലപ്പോൾ 2, 3, 4 കൊണ്ട് ആ ദിവസം അങ്ങ് തീരും. കാരണം അത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയാണ്. അപ്പം മസ്റ്റ് ഡു തന്നെ ചെയ്തു. അപ്പോൾ അത് ടാസ്ക് വളരെ ക്രിട്ടിക്കലാണ്, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളതാണ്. അപ്പോൾ Aയും Bയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Aക്ക് ചിലപ്പം നമുക്ക് ലക്ഷങ്ങളോ കോടികളോ വില വരാവുന്നതായിരിക്കും. അപ്പോൾ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ്, ഇന്ന് തന്നെ ചെയ്യണം. ഇനി അപ്പോൾ 1, 2, 3 Aയിൽ ചിലപ്പോൾ ഒരു A മാത്രം ചെയ്താലും ആകും. പിന്നെ B വരുമ്പോൾ എന്താ വെച്ചാൽ ഈ ഷുഡ് ഡു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ്, അർജൻറ്റാണ്. C ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നൈസ് ടു ഡു, ചെയ്താൽ കൊള്ളാം. പക്ഷേ ഫോർ ദ ടൈം ബീങ് ഇറ്റ് ഈസ് മൈനർ. ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേങ്കിൽ BOC നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച ചിലപ്പോൾ A ആയി മാറും. ഓക്കെ, ഇനി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേറെ ചെയ്യാൻ ആളുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഓൾവേസ് റിമെമ്പർ, ഡെലിഗേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഡെഡ് ലൈൻ കൊടുത്തേ ചെയ്യാവൂ. ഇന്ന് വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെയ്ത് തന്നേക്കാവോ എന്ന് സമയം ചോദിച്ചിട്ട് മാത്രമേ ഇത് കൊടുക്കാവൂ. ഡെലിഗേഷൻ ഏൽക്കുന്ന ആളും ഒരു ടൈം ഇട്ടിട്ടേ എടുക്കാവൂ. ഇനി ഈ മീൻസ് എപ്പോഴും എലിമിനേറ്റ്. അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് വെറുതെ അവിടെ കയറി കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട. നമുക്ക് അതുകൊണ്ടുള്ള കോൺസിക്വൻസസ് നിസ്സാരമാണെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആവശ്യമില്ലാത്ത എല്ലാം ബ്രെയിനിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എല്ലാം ടാസ്ക് എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താണ് ആദ്യം ഒരു റഫ് ലിസ്റ്റ് എഴുതണം. അപ്പം അതിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ് എഴുതി പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ എഴുതി. ദെൻ അതിന് ABCD, അത് ആദ്യം റഫ് ലിസ്റ്റിനകത്ത് ABCD കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തെഴുതുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ Aയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പം വളരെ റിയലിസ്റ്റിക് ഗോൾ നമുക്കുണ്ട്. ഗോൾ ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗോൾ സെറ്റിംഗ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക്. അപ്പോൾ വലിയ ടാസ്കുകളാണെങ്കിൽ അതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ചങ്ക് ഡൗൺ
ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ മാനേജബിൾ സ്റ്റെപ്പായിട്ട് എടുത്ത് അച്ചീവബിൾ ലെവലിൽ ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആപ്പും ടൂൾസും ഒക്കെ കിട്ടും, നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാവുന്ന ആപ്പും നമുക്ക് കിട്ടും, ആ മാക്കിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ഡിജിറ്റൽ ടൂൾസ് ഉണ്ട് ഡു ലിസ്റ്റിന് വേണ്ടി. ട്രെല്ലോ എന്നൊക്കെ പറഞ്ഞ് മൈക്രോസോഫ്റ്റിൻ്റെ ടൂളും അതുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഡു ലിസ്റ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് അപ്പോൾ ഓരോ നമ്മൾ ടിക്ക് ചെയ്യുമ്പോഴത്തേ അത് കട്ടായി കിടക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ചെയ്ത് പോകുമ്പോഴത്തേ പ്രധാനപ്പെട്ട എല്ലാം ചെയ്യും വൈകുന്നേരം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, റിലീവ്ഡാണ്. അപ്പോൾ നമ്മൾ കൂടെ അത് റിവ്യൂ ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്തുനിന്ന് ചില സാധനങ്ങൾ നാളത്തേക്ക് നമ്മൾ മാറ്റും നമുക്ക് ഡെയിലി ആയിട്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പിന്നെ ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈലിൽ നമുക്ക് ചെയ്യാനായിട്ട് സംവിധാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ടതിന് വേണ്ടി ടൈം ബ്ലോക്ക് ചെയ്യാം. സ്പെസിഫിക് ടൈം നമുക്ക് ഓരോ സ്ലോട്ടിനും വേണ്ടിയിട്ട് സിമിലർ ടാസ്കിന് നമുക്ക് ഒന്നിച്ച് വേണേൽ ചെയ്യാം, ഒന്നിച്ചാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വർക്കിനെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം. ഒരു ഒഴുക്ക് പോലെ അതിന് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ഫ്ലോ ചെയ്ത് വെക്കാം. ഈ മൾട്ടി ടാസ്കിങ് ഒരേ സമയത്ത് പ്രധാനപ്പെട്ട സമയത്ത് ചെയ്യാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഓഫാക്കി, അല്ലെങ്കിൽ മൊബൈലിനെ അവിടെ ശ്രദ്ധിക്കത്തില്ല, സൈലൻ്റ് ആക്കിയിട്ട് കിടക്കും. ഈ മൊബൈൽ വെച്ചേക്കുന്നത് തോന്നുന്നവർക്കെല്ലാം അവർക്ക് തോന്നുമ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടിയല്ല. ഞാനിത് വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടെക്നോളജി ഓഫ് ചെയ്യും ഇമ്പോർട്ടൻ്റ് ടൈമിൽ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ മെയിൽ ചെക്ക് ചെയ്യുന്നത് ദിവസം 1-2 പ്രാവശ്യമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ എല്ലായ്പ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുള്ളൂ. ഡിസ്ട്രാക്ഷൻസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്വയറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്താലേ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവം എല്ലാം നമുക്ക് ടേൺ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രേക്ക്, ഇപ്പോൾ ഈ പൊമഡോറോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 മിനിറ്റ് നമ്മൾ ഒറ്റ സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എഴുന്നേറ്റ് പോകണമെന്നില്ല, വേണം എഴുന്നേറ്റ് പോയി സ്ട്രെച്ചൊക്കെ ചെയ്ത് 5 വെള്ളമൊക്കെ കുടിച്ച് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഉടനെ റീജോയിൻ ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും നമ്മൾ റീചാർജ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ചെയ്യുക. ഈ 25 മിനിറ്റ് 5 മിനിറ്റ് 25 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ ഡെഡ് ലൈൻസ്, നമ്മളൊരു ഡെഡ് ലൈൻസിന് ഡെഡ് ലൈനിൽ തന്നെ തീരണം, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള. അപ്പോൾ അവിടെ മാറ്റിവെപ്പ്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ പലതും നമ്മൾ ഫ്ലെക്സിബിളാണ്, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് നമുക്ക് വേണം വരാം. അപ്പം ചിലപ്പം ചില പ്രയോറിറ്റി എമർജൻസി ചിലപ്പോൾ ഇടയ്ക്ക് കയറി വരാം. ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഒബ്ജക്റ്റീവ്സ് വേണം. അപ്പോൾ നമ്മുടെ സക്സസ് എന്താണ്, സക്സസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക, അതനുസരിച്ച് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഡെലിഗേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡെഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാവൂ പോസിബിളായിട്ടുണ്ട്. ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം നമ്മൾ ഡെഡ് ലൈൻസ് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പം ടൈം മാനേജ്മെൻറ്റിൻ്റെ പല ടൂൾസ് ഉണ്ട്, നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ഐസൻഹവർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ പൊമഡോറോ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ വളരെ നമുക്ക് നന്നായിട്ട് ഫോക്കസ്ഡ് ആകാൻ പറ്റും. 25 മിനിറ്റ്സ്, അത് കഴിയുമ്പം 5 മിനിറ്റ് പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ ഓവർ കമ്മിറ്റ് ചെയ്യാനേ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോൾ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ട് വന്നാലും നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ. ഇപ്പം നമ്മൾ വളരെ നീണ്ട ഒരു വാക്ക് അപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഓരോ സിലബിൾ അനുസരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഏത് വാക്ക് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. 10 ഡിജിറ്റോ 12 ഡിജിറ്റോ 14 ഡിജിറ്റോ ഉള്ള ഒരു സംഖ്യ വരിക, 3 വെച്ച് മുറിച്ചിട്ട് നമുക്ക് ഈസിയാണ് നമുക്ക്. അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഡിജിറ്റ് എല്ലാം മുറിക്കാം. പിന്നെ നമുക്ക് റെഗുലർലി പ്രോഗ്രസ് അസസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാം. ടാർഗറ്റിൽ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ അച്ചീവ്മെൻറ്റിനെ സെലിബ്രേറ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വിഷ്വൽ ക്യൂസ് ഉപയോഗിക്കണം. കളർ കോഡുകൾ നമുക്ക് പലപ്പോഴും കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട്, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡു ലിസ്റ്റിനെ നമുക്ക് ചിലത് കളർ ചെയ്യാനായിട്ട് പറ്റും. അൺനെസസറി ടാസ്ക് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് മാർക്ക് ചെയ്ത് മാറ്റിയിടാനായിട്ട് പറ്റും. എല്ലാ തരത്തിലും ക്ലിയർ ഡെഡ് ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ എഫിഷ്യൻസി അപ്പം തന്നെ കൂടുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ നമുക്ക് ചില ടാസ്ക് നമുക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ആണെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാം. ചിലത് സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നോട്ട് പാഡ് ഉപയോഗിക്കാം. ചിലത് ജോട്ട് ഡൗൺ ചെയ്തിട്ട് അടുത്തതിലേക്ക് നമുക്ക് വിടാം. പിന്നെ 80-20 റൂൾസ്. അപ്പോൾ പലപ്പോഴും നമ്മളെ 80% റിസൾട്ടും കിട്ടുന്നത് 20% ആക്ടിവിറ്റിയിൽ നിന്നാണ്. നമ്മൾ ആ 20% ആക്ടിവിറ്റി കണ്ടെത്തിയിട്ട് അത് മാത്രം ചെയ്യാം.
പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഈൽഡ് തരുന്ന 20% ആക്ടിവിറ്റി അത് കണ്ടെത്തി ചെയ്യുക. പിന്നെ എല്ലാം സ്റ്റേ ഓർഗനൈസ്ഡ്, വർക്ക് സ്പേസ് ഒക്കെ വളരെ ടൈഡി ആയിട്ട് മിനിമം ഡിസ്ട്രാക്ഷൻസിൽ വരണം. വേറെ സാധനങ്ങളൊന്നും നിരന്ന് കിടക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഡൂ ലിസ്റ്റ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മുന്നേ എഴുതി വെച്ചേക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് മൈൻഡിൽ കാണണം. സെൽഫ് ഡിസിപ്ലിൻ, ഈ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സെൽഫ് ഡിസിപ്ലിനെ കളിയാക്കിക്കൊണ്ട് കൂട്ടുകാർ ഒരുപാട് കളിയാക്കുമായിരുന്നു. പക്ഷെ അവരൊക്കെ എവിടെ പോയി? ഞാൻ എൻ്റെ കാര്യത്തിൽ മാത്രം കർശനമായിട്ട്, പക്ഷെ അതിന് ഒരുപാട് അത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റേ കമ്മിറ്റഡ് ടു കംപ്ലീറ്റിംഗ് ടാസ്ക്. അപ്പോൾ ഏത് ചലഞ്ചസ് വന്നാലും നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. പിന്നെ 2 മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. ഇടയ്ക്കോടെ എന്തെങ്കിലും വന്നാൽ 2 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരും. 2 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ തീർത്ത് കൊടുക്കാമെന്ന്. പിന്നെ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനകത്ത് എപ്പോഴും ഒരു ബഫർ ടൈം, അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൈം കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സ്വല്പം ടൈം നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് 25 മിനിറ്റ് ഒരു വർക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി ഒരു ബഫർ ടൈം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ടൈം എടുക്കുന്നത്. പിന്നെ ഹെൽത്താണ് ടോപ്പ് പ്രയോറിറ്റി, വർക്കല്ല. അപ്പോൾ ഹെൽത്ത് വിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പും എക്സസൈസും അതും ടോപ്പ് പ്രയോറിറ്റിയിലാണ്. ഹെൽത്തി ഈറ്റിംഗ്, പിന്നെ നമ്മൾ ഈ ABCDE എപ്പോഴും നമ്മൾ അതിൽ തന്നെ ചെയ്യാവും. നമ്മൾ ഈ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് മാനേജബിൾ ലെവലിൽ നമ്മൾ അത് വിട്ടിട്ട് നമ്മൾ ചത്ത് കിടന്ന് ജോലി ചെയ്യേണ്ട. ഈ ഐസൻഹവർ മാട്രിക്സ് അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാഡ്രൻറ്റ് 2 ആണ്. എമർജൻസി സാധനം അല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ എമർജൻസി വന്നാൽ ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് രോഗിയായ ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ, തീ പിടിച്ച് കഴിഞ്ഞാൽ അണച്ചേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ ക്വാഡ്രൻറ്റ് 2 അവിടെയാണ് നമ്മൾ 70-80% ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എമർജൻസികളെല്ലാം ഇല്ലാതാകും, രോഗം വരാതാകും, പ്രശ്നങ്ങളില്ലാതായി നമ്മളപ്പോൾ എപ്പോഴും ഐസൻഹവർ ആ ഒരു ക്വാഡ്രൻറ്റിനകത്ത് ക്വാഡ്രൻറ്റ് 2 ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇടും. പിന്നെ നമുക്ക് ഈ എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ എഴുതി വെക്കുന്നത്, ചിലപ്പോൾ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ 10-20 വരുള്ളൂ, പിന്നെ കൂടി 1000-2000 ഐറ്റം ഒക്കെ വരുന്ന, അതിന് നമ്മൾ പറയുന്നത് ജേണലാണ് വരുന്നത്. ജേണലാണ് മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ എഴുതി വെക്കുന്ന മാസ്റ്റർ ലിസ്റ്റ് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ഇന്ന ദിവസത്തിനകത്ത് തീരണമെന്നൊക്കെ എഴുതി വെക്കും. പിന്നെ ഈ പെർഫെക്ഷനിസത്തിന് പോകുമൊന്നും വേണം, നമ്മൾ കാര്യങ്ങൾ നടന്നാൽ മതി, നമുക്ക് അതേ നടക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ചില മിസ്റ്റേക്കൊക്കെ ഇടയ്ക്ക് വരും, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഏൽപ്പിച്ചേക്കുന്ന കാര്യം അവരുടെ കയ്യിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും, അപ്പോൾ അതും നമ്മൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ എപ്പോഴും ഒരു കാര്യം ചെയ്തത് ഇമ്പ്രൂവ് ചെയ്ത് ചെന്നുകൊണ്ടിരിക്കുക. അതല്ലാതെ നമ്മൾ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നോ അതിൻ്റെ ആവശ്യമില്ല. ഈവൻ പ്രിൻറ്റ് ചെയ്യുന്നതിനകത്ത് പോലും ഉള്ള ഐഡിയ വെച്ച് എഴുതി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എഡിഷൻ വരുമ്പോൾ നമുക്ക് മെച്ചപ്പെടുത്താം. പിന്നെ ടെക്നോളജി നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ സ്ട്രീം ലൈൻ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് വേണ്ടിയിട്ട് ആ രീതിയിൽ അങ്ങ് ഉപയോഗിക്കുക. ടാസ്കിനെ മാനേജ് ചെയ്ത് പോവുക. കോൺഫിഡൻസോട് കൂടി ഡെലിഗേറ്റ് ചെയ്യുക. പറഞ്ഞേൽപ്പിച്ച് കൊടുത്ത് ഡെഡ് ലൈൻ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് അവരെ കൊണ്ട് ട്രയൽ ഇങ്ങോട്ട് പറയിക്കണം നമ്മൾ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളും അക്കൗണ്ടബിൾ ആയിരിക്കണം, ബാക്കിയുള്ളവരെ കൊണ്ടും അക്കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണെങ്കിലും എനിക്കിപ്പോൾ എല്ലാം കൂടെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഞാൻ ലേണിങ്ങിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഭയങ്കര വാല്യുബിളായിട്ടുള്ള ഒരുപാട് കോഴ്സ് നിങ്ങൾക്ക് ലേണിങ്ങിൽ കിട്ടും. അപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ നിന്ന് അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് മതിയാവും. ഞാനുമായിട്ട് ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ പറ്റിയ സാധനങ്ങളെല്ലാം യാത്ര പോകുമ്പോഴെല്ലാം ചെവി വെച്ച് കേട്ടോണ്ടിരിക്കുക, ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുവാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ റെസീലിയൻസ് എപ്പോഴും നമുക്ക് ബോൾ അറിഞ്ഞാൽ തിരിച്ചു വരുന്ന പോലെ തന്നെ. പിന്നെ നമ്മുടെ കീപ്പ് ലേണിംഗ് എഫിഷ്യൻസി കൂടണമെന്നുണ്ടെങ്കിൽ എന്താണ് കീപ്പ് ലേണിംഗ് വീണ്ടും നമ്മൾ 70 വയസ്സിലോ 80 വയസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അത് നമ്മൾ ജോലി ചെയ്യുന്നതിൽ മാത്രമല്ല, നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ, നമ്മൾ സംസാരിക്കുന്നതിൽ, ഈവൻ സെക്സിൽ പോലും മൈൻഡ്ഫുൾനെസ് വേണം എപ്പോഴും. അതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ്. പിന്നെ കണ്ടിജൻസീസ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ബാക്കപ്പ് പ്ലാൻ വേണം. പിന്നെ ബൗണ്ടറീസ്, ആർക്കും നമ്മളെ കയറി ഇത് ചെയ്യാൻ പറ്റരുത്, എല്ലാത്തിനും ബൗണ്ടറീസ് കൊടുക്കണം.
പിന്നെ നമ്മുടെ വർക്ക് ലോഡിനെ റെഗുലർലി അസസ് ചെയ്തിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. കൂടെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന അക്കംപ്ലിഷ്മെൻറ്റിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. പിന്നെ അഫർമേഷൻസ്, ഓരോ വർക്കും ചെയ്യുന്നതിന് മുമ്പ് അഫർമേഷൻസ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വളരെ നമ്മൾ സ്റ്റേ ഓർഗനൈസ്ഡ് ഡിജിറ്റലി. അതുപോലെ തന്നെ മിനിമൈസ് ഇൻ്ററപ്ഷൻസ്, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നമോ ഉണ്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ടൈം ഫോർ എവരിതിങ്. അതുപോലെ നമുക്ക് ഇമെയിൽസിനൊക്കെ നമുക്കൊരു പ്രത്യേക ടൈം, ദിവസം 2 നേരം അത് മതി, അതിൻ്റെ മുകളിൽ നമുക്ക് എടുക്കണ്ട. പക്ഷേ കൃത്യമായിട്ട് എല്ലാ മെയിലിനും ചില ക്യാൻവാസിങ് അല്ലാത്ത നമുക്ക് ക്ലയൻറ്റ് അയക്കുന്ന ഇങ്ങനത്തെ ഉള്ള എല്ലാത്തിനും നമ്മൾ 2 വാക്കിലാണെങ്കിലും നമ്മൾ മറുപടി അയച്ചിരിക്കണം, വളരെ ഷോർട്ടായിട്ടുള്ള. പിന്നെ എപ്പോഴും നമ്മളത് ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ നമുക്ക് ഇതായിട്ട്, നിങ്ങൾ വാറൻ ഫബേറ്റിന് ഒരു മെയിൽ അയച്ചു നോക്കുക, അദ്ദേഹം മറുപടി അയക്കുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഒക്കെയാണ് നമുക്കതെല്ലാം ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ പ്രയോറിറ്റീസിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സമയത്താണ്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാമല്ലോ, വിഷ്വലൈസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഓരോ മൈൽ സ്റ്റോൺസും കടന്നു പോകുമ്പോൾ വിഷ്വലൈസ് ചെയ്യണം. സപ്പോർട്ടീവ് എൻവയറമെൻറ്റ് നമ്മളെപ്പോഴും അത് ഉണ്ടാക്കി മുന്നോട്ട് പോകണം. പിന്നെ ആക്റ്റീവ് ലിസണിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റെഗുലർ ബ്രേക്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഡൗൺ ടൈം നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇൻബോക്സിൽ കഴിവതും 0 ആയിരിക്കാനായിട്ട് ഈ 2 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ റിവ്യൂ സെഷൻസ് നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കത് വളരെ അത്യാവശ്യമാണ്. ഡെലിഗേറ്റ് ചെയ്യുന്നത് ഇഫക്റ്റീവാണ് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പാക്കണം. പ്രൊഡക്ടിവിറ്റി ടൂളായിട്ട് ടെക്നോളജിയിൽ ഇപ്പോൾ ഒരുപാട് സംഭവമുണ്ട്. സെറ്റ് ചെയ്യുന്ന ഗോൾ സ്മാർട്ട് ഗോൾ ആയിരിക്കണം, ടെക്നോളജി അവിടെ ഉപയോഗിക്കണം. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈഫിന് വേണ്ടിയാണ് വർക്ക്, അല്ല വർക്കല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. പിന്നെ നമുക്ക് പലപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കാൻ നോക്കുക. ഫിസിക്കൽ ഹെൽത്താണ് നമ്പർ 1 പ്രയോറിറ്റി, അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. നമുക്ക് വരുന്നതിനകത്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനായിട്ടുള്ള അഫർമേഷൻസ്, ഞാൻ ധാരാളം അഫർമേഷൻസ് ഇതിൽ തന്നെ ഇടാറുണ്ട്, വോയിസ് ബേസ്ഡിലുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് ഇതിനകത്തുനിന്ന്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം ആവശ്യം വരുമ്പോഴത്തേക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നത്, ചില കാര്യങ്ങളോട് നോ പറയണം. ചില ആൾക്കാരോട് നമ്മൾ നോ പറയണം. അത് എന്ത് വന്നാലും നോ പറയാനുള്ള ഗട്ട്സ് വേണം, നോ പറയാൻ നമ്മൾ പഠിക്കണം. ഹൗ ടു സേ നോ എന്ന് പറഞ്ഞ് ഞാനൊരു ഇപ്പോൾ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് ഇടാം. ഹൗ ടു സേ നോ. മൾട്ടി ടാസ്കിങ് മാക്സിമം ലിമിറ്റ് ചെയ്യണം, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം സ്കെഡ്യൂൾ ചെയ്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹോളിഡേയും വേണം, കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം. ഇത് നമ്മൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഡെഡ് ലൈനാണ് നമുക്ക് എഫിഷ്യൻസി എപ്പോഴും തരുന്നത്. നമുക്ക് സമയം കൂടുതൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പരന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്, നമ്മൾ സമയത്തിനകത്ത് ചെയ്യണം. ചില സമയത്ത് നമുക്ക് ടൈമർ വേണം, ടൈമറിനകത്ത് തന്നെ ആ ടൈമർ വരുന്നതിനകത്ത് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം. പിന്നെ നമുക്ക് സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, പിന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട്. പിന്നെ നമുക്കത് സപ്പോർട്ട് കിട്ടേണ്ട സമയത്ത് സപ്പോർട്ട് കിട്ടേണ്ടത് കിട്ടാനുള്ള നമുക്ക് ആ ഒരു ബന്ധം വേണം. പിന്നെ നമ്മുടെ അച്ചീവ്മെൻ്റ് എല്ലാം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളിതെല്ലാം ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ ഇതിനൊരു 4-5 നിങ്ങളെ ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് ഇതിനകത്ത് കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ലൈഫ് ലൈനിലെ എക്സ്പെർട്സുമായിട്ട് ഇരുന്ന് ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ഇത് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ട്രെയിനിങ്ങിൽ വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ എംപവർ ചെയ്ത് എനിക്ക് നിങ്ങളിലേക്ക് തന്നിട്ട് അമേസിങ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.